ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്ന് ശിവസേന നേതാവും കാവൽ മുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെ നിസ്സഹരണം തുടരുന്നതിനിടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ബി.ജെ.പി. കേന്ദ്ര നിരീക്ഷകരായ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ, ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവർ നാളെ മുംബൈയിലെത്തും. നാളെയാണ് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ബി.ജെ.പി. എം.എൽ.എമാരുടെ യോഗം. മറ്റന്നാൾ വൈകിട്ട് 5-ന് ആസാദ് മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യും. മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫഡ്നാവിസിന് തന്നെയാണ് ആദ്യ പരിഗണനയെങ്കിലും ഫലം വന്ന 10 ദിവസമായിട്ടും പ്രഖ്യാപനം നീട്ടിക്കൊണ്ടുപോകുന്നതാണ് അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ ഇടയാക്കിയത്. രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ പോലെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. RSS പിന്തുണയുള്ള ഫഡ്നാവിസിന് തന്നെയാണ് ഭൂരിപക്ഷം എം.എൽ.എമാരുടെയും അംഗീകാരമുള്ളത്. എന്നാൽ തീരുമാനങ്ങൾ മാറിമറിയാം, അത്ഭുതങ്ങൾ സംഭവിക്കാം. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ മഹായുതി വൻ വിജയം നേടി ഒരാഴ്ച പിന്നിട്ടിട്ടും പുതിയ സർക്കാർ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. നാളെ തീരുമാനിച്ചിരിക്കുന്ന യോഗത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പരിപാടിയിൽ പങ്കെടുക്കാൻ എല്ലാ ബി.ജെ.പി. എം.എൽ.എമാരോടും മുംബൈയിൽ ഹാജരാകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 288 നിയമസഭാ സീറ്റുകളിൽ 230 സീറ്റുകളും മഹായുതി സഖ്യം ഉറപ്പിച്ചു. ബി.ജെ.പി. 132 സീറ്റുകളും ശിവസേന 57 സീറ്റുകളും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ.സി.പി. 41 സീറ്റുകളുമാണ് നേടിയത്. ഡിസംബർ 5-ന് വൈകുന്നേരം മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിലായിരിക്കും പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് സഖ്യകക്ഷികളുടെ, പ്രത്യേകിച്ച് ശിവസേനയുടെ അഭിപ്രായങ്ങളിൽ ബി.ജെ.പി. ജാഗ്രതയോടെയാണ് മുന്നോട്ടു പോകുന്നത്. മഹായുതിക്കുള്ളിൽ ഐക്യത്തിന് ഷിൻഡെയുടെ പ്രേരണ ഉണ്ടായിരുന്നെങ്കിലും ചില സഖ്യകക്ഷി നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. അവിഭക്ത ശിവസേനയും ബി.ജെ.പിയും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമായിരുന്നെന്നാണ് മുൻ കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ റാവു സാഹേബ് ദൻവെ പറഞ്ഞത്. അടുത്ത മുഖ്യമന്ത്രി ശിവസേനയിൽ നിന്നാണോ അതോ ബി.ജെ.പി. മുഖ്യമന്ത്രിയാകുമോ എന്ന ആകാംക്ഷ തുടരുകയായിരുന്നു. ബി.ജെ.പി. ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതിനാൽ ഫഡ്നാവിസ് അധികാരം ഏറ്റെടുക്കാനാണ് ആദ്യം മുതലേ സാധ്യത പറഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ പ്രഖ്യാപിച്ചത്. ഇത് പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിനെ ഉന്നത സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കാൻ വഴിയൊരുക്കുകയായിരുന്നു. ഇതുവരെ പേരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സമീപകാല സംഭവ വികാസങ്ങൾ സൂചന നൽകിയത് ഫഡ്നാവിസ് തന്നെ മുഖ്യമന്ത്രിയാകുമെന്നാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ബി.ജെ.പിയിൽ നിന്നായിരിക്കുമെന്ന് എൻ.സി.പി. അജിത് പവാറും വ്യക്തമാക്കിയിരുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ചർച്ചകൾക്ക് മഹായുതി സഖ്യത്തിന്റെ മുൻനിര നേതാക്കളായ ബി.ജെ.പിയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ്, ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ, എൻ.സി.പിയുടെ അജിത് പവാർ എന്നിവർ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. പിന്നീടാണ് പുതിയ സംഭവ വികാസങ്ങൾ ആരംഭിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ഷിൻഡെ സർക്കാർ രൂപീകരണത്തിനായി ചേരേണ്ടിയിരുന്ന മഹായുതി സഖ്യത്തിന്റെ നിർണായക യോഗം ബഹിഷ്കരിച്ച് സത്താറ ജില്ലയിലെ ഗ്രാമത്തിലേക്ക് പോയി. മുഖ്യമന്ത്രിയായി ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് വരുന്നതിനെ ഏക്നാഥ് ഷിൻഡെ സ്വാഗതം ചെയ്തിരുന്നില്ല എന്നും മന്ത്രിസ്ഥാനങ്ങൾ സംബന്ധിച്ച തർക്കത്തിലാണ് പ്രതിസന്ധി ഉടലെടുത്തതെന്നുമായിരുന്നു സൂചന. ബി.ജെ.പി. ആകെ ആശങ്കയിലായി നിൽക്കുമ്പോഴാണ് സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷൻ ചന്ദ്രശേഖർ ബവൻഗുലെ സത്യപ്രതിജ്ഞാ തീയതി അറിയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നത് ഇപ്പോഴും സസ്പെൻസ് ആണ്. ഒരു ഭാഗത്ത് സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്കുള്ള ക്ഷണവും ഒരുക്കങ്ങളും ഒക്കെ നടക്കുമ്പോൾ മറുഭാഗത്ത് ഷിൻഡെയെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ബി.ജെ.പി. നേതൃത്വം. ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷം മഹായുതി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയാകാൻ ഏക്നാഥ് ഷിൻഡെ സമ്മതിച്ചതായാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. ബി.ജെ.പിയുടെ ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ ഒരുങ്ങുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഫഡ്നാവിസിനും എൻ.സി.പി. നേതാവ് അജിത് പവാറിനുമൊപ്പം ഷിൻഡെയും സത്യപ്രതിജ്ഞ ചെയ്യും.